Hi guys. So ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു makeover വീഡിയോ ആണ്. അപ്പോൾ ഇതിന്റെ ഹോൾ ആണ്. അപ്പോൾ ഇതിന്റെ വോളിൽ ഒരു ഗാലറി വോൾ ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാ ചെയ്യാന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കാർഡ്ബോർഡ് പീസ് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പാറ്റേൺ പേപ്പേഴ്സ് ഏതെങ്കിലും ഡിസൈൻ പേപ്പേഴ്സ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഗാലറി വോളിൽ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്തുള്ള പാറ്റേൺ പേപ്പേഴ്സിൽ ഇതിന് മാച്ചിങ് ആയിട്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പിലുള്ള ഡിസൈൻ കണ്ടു. പിന്നെ 2 പീസ് ഈ ഒരു ഡിസൈൻ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇനി നെക്സ്റ്റ് ആ കാർഡ്ബോർഡ് പീസ് ആയിട്ട് ഗ്ലൂ ചെയ്ത് ഒട്ടിക്കാം. ഇതിപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതൊരു ഡബിൾ സൈഡ് ടാപ്പ് തന്നെയാണ്. അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളാണ്, ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് പർച്ചേസ് ചെയ്യാൻ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നെക്സ്റ്റ് അങ്ങനെ 2 ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലും ഞാൻ ഡബിൾ സൈഡ് ടാപ്പിനാണ് യൂസ് ചെയ്യുന്നത്. അതൊരു വേറെ ടൈപ്പാണ്. അങ്ങനെ നമ്മൾ വോളിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെക്കാം. ഇതൊക്കെ ഞാൻ ആദ്യം വരച്ച് വെച്ച കുറച്ച് പിക്ചേഴ്സാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ വോളിൽ ഒട്ടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കുറച്ച് കട്ടി കുറഞ്ഞ പേപ്പേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് കുറച്ച് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡ് പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ട് ഗ്ലൂ ചെയ്ത് കൊടുത്താൽ മതി. അതാണ് നമ്മൾ വോളിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. കാർഡ്ബോർഡിനെ നമ്മൾ കറക്റ്റ് ഇതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഡബിൾ സൈഡ് ടാപ്പും കൂടി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളത് ചെയ്ത പോലെ തന്നെ വേറെയും കുറച്ച് പിക്ചേഴ്സൊക്കെ അതേ മെത്തേഡിൽ ബാക്ക് സൈഡിൽ കാർഡ്ബോർഡ് വെച്ചിട്ട് അതേപോലെ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്തതൊക്കെ വോളിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സ്റ്റിക്കേഴ്സൊക്കെ സർക്കിളായിട്ട് സെൻറ്ററിൽ ആഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ 2 സ്റ്റിക്കേഴ്സ് എടുത്തു. പിന്നെ ഒന്ന് ഈ ഒരു പാറ്റേൺ പേപ്പേഴ്സിൽ ആ ഫ്ലോറൽ ആ ടൈപ്പ് വെച്ചിട്ട് കട്ട് ചെയ്ത് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ കുറച്ച് കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കാർഡ്ബോർഡ് പീസിൻ്റെ മേലെയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ അടുക്ക് ഫെയറി ലൈറ്റ്സ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വെക്കുമ്പോൾ അതിൻ്റെ ബാറ്ററി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഹൗസ് പോലെ എന്തെങ്കിലും പാറ്റേൺ പേപ്പേഴ്സിനെ കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു.
നമ്മളിതിന് വിൻഡോസ് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ജസ്റ്റ് മെഷർ ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അവിടെ. ഇനി ഇതിൽ ഞാൻ കാണിച്ച പോലെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മളത് നമ്മളെ വോളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് എൻ്റെ ഫെയറി ലൈറ്റ്സിൻ്റെ ബാറ്ററിയൊക്കെ ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ മേലെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രൗൺ ഷീറ്റാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 5 സെൻറ്റിമീറ്ററും 16 സെൻറ്റിമീറ്ററും ഒക്കെ. അത് ജസ്റ്റ് അത് നോക്കിയിട്ട് ഞാൻ മെഷർ ചെയ്തിട്ട് കൊടുത്തതാണിപ്പോൾ. ഇനി ഇതിൻ്റെ മേലെയായിട്ട് അതിനെ നമുക്ക് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ അതിൽ ഞാൻ എൻ്റെ അടുത്തുള്ള സ്റ്റിക്കേഴ്സ് കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.